പ്രിയപ്പെട്ടവരെ, ഇതൊരു വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ത്യക്കാർക്കെല്ലാം വിശേഷപ്പെട്ട ഒരു ദിവസം. എന്താണെന്നറിയാമോ? ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്, ഇൻഡിപെൻഡൻസ് ഡേ. 80ാമത്തെ സ്വാതന്ത്ര്യദിനം. അപ്പോൾ അത് വിശിഷ്ടമല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 80ാമത്തെ വർഷത്തെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണെന്ന്. ഈ ദിവസം എല്ലാവരും വിടുവിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോഴും പാപത്തിലും ശാപത്തിലും പാപശീലങ്ങളിലും അടിമകളായിരിക്കുന്നവര്, അന്ധവിശ്വാസങ്ങളിലും ദുരാചാരങ്ങളിലും മന്ത്രവാദങ്ങളിലും ആഭിചാരക്രിയകളിലും അടിമകളായിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അപ്പോൾ പൂർണ്ണമായി എല്ലാവരും വിടുവിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കൂ. അതിനുവേണ്ടി ഇന്ത്യക്കാരെല്ലാവരും തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. പാപത്തിനും ശാപത്തിനും അടിമകളായിരിക്കുന്ന എന്റെ ജനം വിടുവിക്കപ്പെടണം. യേശുക്രിസ്തു കുരിശിൽ ചിന്തിയ രക്തം മുഖാന്തിരം അവർക്കൊരു വിമോചനമുണ്ടാവണം എന്ന് നമ്മൾ ഇന്ന് തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. മനസ്സിലായോ? അതേപോലെ ഇന്ന് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കൂ. എല്ലാം മഹാമോശമായൊരു സ്ഥിതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. പലതരത്തിലുള്ള ലഹളകൾ, ജാതി പ്രശ്നങ്ങൾ, മതഭിന്നതകൾ, ഒരു വശത്ത് ലഹരി വസ്തുക്കളുടെ ആധിക്യം, മറുവശത്ത് സാധനങ്ങളുടെ വിലക്കയറ്റം. ഇങ്ങനെയുള്ള ഭയങ്കരമായ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ഒരു ഭയമുണ്ടാകുന്നു. അവസാനം എന്താകും? എന്തായിരിക്കും സ്ഥിതി? അടുത്തതായി എന്ത് സംഭവിക്കുമോ എന്നൊരു ഭയം. ദൈവം നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം എന്താണെന്ന് നോക്കാം. യോവേൽ 2:21. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, യഹോവ വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം ദേശമേ എന്ന് പറയുമ്പോൾ ദേശത്തിലെ ജനങ്ങളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, യഹോവ വൻ കാര്യങ്ങൾ ചെയ്യും. നാട്ടിൽ എന്ത് വേണമെങ്കിലും നടക്കട്ടെ, ലോകത്തിൽ അന്ത്യകാലം ഇങ്ങനെയായിരിക്കും. പോരാട്ടങ്ങളും ലഹളകളും സ്നേഹമില്ലായ്മ, ദുഷ്ടത ഇവയെല്ലാം ഉണ്ടാകും. അന്ത്യകാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട. പരിതസ്ഥിതി കണ്ട് ഭയപ്പെടരുത്. സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ട് ഭയപ്പെടരുത്. ഘോഷിച്ചാനന്ദിക്ക്. യേശുവിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കൂ. യേശു എന്റെ കൂടെയുണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് സന്തോഷിച്ച് ആനന്ദിക്കൂ. യഹോവ വൻ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് യഹോവ വൻ കാര്യങ്ങൾ ചെയ്യും. യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് യഹോവ വൻ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ മുഖേന രാജ്യത്ത് വൻ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവർ രക്ഷിക്കപ്പെടും, വിടുവിക്കപ്പെടും. രാജ്യത്ത് സ്വസ്ഥതയും ശാന്തതയും ഉണ്ടാകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാമോ? എന്നാൽ കണ്ണുകളടച്ച്, കർത്താവേ, നമ്മുടെ ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇപ്പോഴും പാപത്തിനും ശാപത്തിനും അടിമകളായി വേദനയോടെ ഭയത്തോടെ ജീവിക്കുന്ന ജനങ്ങളുടെ വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാൽവരി കുരിശിൽ അവർക്ക് വേണ്ടി ചിന്തിയ രക്തത്തെ ഓർക്കേണമേ. എന്റെ ജനങ്ങളെ അങ്ങ് വിടുവിച്ച് സന്തോഷിപ്പിക്കണമേ. അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയെ ഞങ്ങൾ ദേശം മുഴുവനും തെളിച്ച് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ എല്ലാ പ്രവൃത്തികളും പിശാചിന്റെ സകല ക്രിയകളും നശിപ്പിച്ച് ജനങ്ങൾ വിടുവിക്കപ്പെട്ട് യേശുക്രിസ്തു നൽകുന്ന രക്ഷയുടെ സന്തോഷത്തെയും വിമോചനത്തിന്റെ ആനന്ദത്തെയും അനുഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ആശീർവാദം ഇന്ത്യക്കുണ്ടാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ